ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം, മിസ്റ്റേക്കല്ല, കള്ളത്തരല്ല, ഒരു ചെറിയൊരു പ്രശ്നം പോലെ അവരുടെ ഒരു പ്രശ്നം പറയാൻ വേണ്ടി വന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 2 കൊല്ലം മുമ്പ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലം മുമ്പ് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, ബൈക്കിൻ്റെ ഒരു ലോൺ EMI എത്രയായിരുന്നു, 89,000 രൂപ. അപ്പോൾ 3 കൊല്ലത്തേക്ക് വെച്ചാണ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മാസം 2,500 രൂപ സംതിങ് ആണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യമൊക്കെ പിന്നെ എടുത്ത സമയത്ത് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഈ IDFC ബാങ്ക് എന്ന് പറയുമ്പോൾ അധികം ഇങ്ങനെ കേൾക്കാത്തൊരു ബാങ്കാണ് ഒന്ന്. പിന്നെ അതിൻ്റെ ഓഫീസും കാര്യങ്ങളും ബാങ്കും കാര്യങ്ങളൊന്നും അത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് അവർ പിന്നീട് പ്രശ്നമാവുക, നമ്മൾ കുറേ പ്രശ്നങ്ങൾ കേൾക്കണമല്ലോ. ലൈക്ക് നമ്മൾ അടച്ച് കഴിഞ്ഞിട്ടും അവർ പറയും അടച്ചിട്ടില്ല, അങ്ങനെ അതാണ്. പിന്നെ ലോൺ എമൗണ്ട് ചിലപ്പോൾ അവർ EMI അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫൈൻ ഇടുക, അങ്ങനെ കുറേ പരിപാടികളുണ്ട് ചില ബാങ്കുകൾക്ക്. ഈ ബാങ്കിൻ്റെ പേരാണ് നമ്മൾ ആദ്യം കേട്ടിട്ടില്ല. പക്ഷെ എന്നാലും നമ്മളത് ചെയ്തു. കാരണം ആ ബാങ്കിൻ്റെ മാത്രം അവർ ആ 2 വീലർ നമ്മളെ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് നിർത്തുന്നത്. അപ്പോൾ അവർ മാത്രമേ അത് ചെയ്യണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പോൾ അങ്ങനെ എടുത്തു. പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കി. നമ്മൾ എൻ്റെ ലോൺ എമൗണ്ട് EMI എത്ര ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് എത്ര EMI വരും അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡൗൺ പേയ്മെൻറ്റ് അടച്ച് നമ്മൾ വണ്ടി എടുത്തു. എന്നിട്ട് ആദ്യത്തെ മാസം അല്ല, എല്ലാ മാസവും കറക്റ്റ് 3-ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ എമൗണ്ട് ഇടും, പിടിക്കും. 2 കൊല്ലം അങ്ങനെ സുഖമായിട്ട് പോയി. പക്ഷേ ഈ മാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2-ാം തീയതി തന്നെ എമൗണ്ട് ഇട്ടു. പക്ഷേ 3-ാം തീയതി എമൗണ്ട് നമ്മളിലുണ്ടായിരുന്നു. പക്ഷെ 3-ാം തീയതി അവർ പിടിച്ചില്ല. 3-ാം തീയതി കഴിഞ്ഞു. എന്നിട്ട് അവർ വാട്സാപ്പിലൊരു ലിങ്കൊക്കെ അയക്കും. അതിലും ചെക്ക് ചെയ്യുമ്പോഴും നമുക്ക് 3-ാം തീയതി വൈകുന്നേരം നമ്മൾ പിടിക്കണില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ തന്നെ അടയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് ലോഡ് ആവണില്ല. പിന്നെ 3-ാം തീയതി കഴിഞ്ഞപ്പോൾ 4-ാം തീയതി നമ്മൾ നോക്കുമ്പോഴും അതേ അവസ്ഥ തന്നെ. എപ്പോഴും പൈസ പിടിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ അവരുടെ ലിങ്കിൽ എടുക്കുമ്പോഴും അപ്പോഴും ഇത് പേയ്മെൻറ്റ് നടക്കണില്ല. എന്തോ പേയ്മെൻറ്റിന് ഇത് ലിങ്ക് ലോഡാവണില്ല, സൈറ്റ് ലോഡാവണില്ല. എന്നിട്ടിപ്പോൾ ഞാൻ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കി. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് അല്ല, ഞാൻ അവിടുത്തെ കസ്റ്റമർ കെയർ അല്ല, നമ്മുടെ ഈ വണ്ടി ലോൺ റെഡിയാക്കിയ സമയത്ത് തന്ന ഒരാളുണ്ട്, അവിടുത്തെ ഒരു ഏജൻറ്റ് പോലെ. അപ്പോൾ ആളെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഇങ്ങനെ എല്ലാ മാസം കറക്റ്റ് പിടിക്കാറില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ ഈ വട്ടം എന്താ പറ്റിയത്? ഇപ്പോൾ അറിയില്ല ചേട്ടൻ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് അയച്ചാൽ അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ ആൾ പറഞ്ഞു, തന്നെ പൈസ ഇട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒക്കെ കറക്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യും, ആപ്പ് വഴി പൈസ അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് പോകും. കാരണം ഈ സൈറ്റ് ഓട്ടോ പേയ്മെൻറ്റ് എന്തെങ്കിലും കറക്റ്റ് ഡേറ്റിന് മുമ്പ് പൈസ ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ എറർ കാണിക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞു, അല്ല ആപ്പ് വഴി ചെയ്യണ്ട, നേരിട്ട് ബാങ്കിൽ പോയി ചോദിച്ചു. കാരണം ഈ ആപ്പ് വഴി ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അടച്ചു കഴിഞ്ഞിരിക്കുക, നമ്മൾ ആപ്പിൽ അടച്ചു. പക്ഷേ ആപ്പിൽ പൈസ അടച്ചാലും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പ് ചിലപ്പോൾ ലോഡല്ല, ആപ്പിൻ്റെ അപ്ഡേറ്റ് ആവാൻ ചിലപ്പോൾ ഒരു ദിവസം പിടിക്കും. ഈ അപ്ഡേറ്റ് ആയി കഴിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പൈസ ഇട്ടു, അപ്പോൾ ആപ്പ് ഇത് പ്രോസസ്സ് ചെയ്ത് ചിലപ്പോൾ നാളെ ഈ പേയ്മെൻറ്റ് പ്രോസസ്സിങ് കഴിയുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നാളെ പിടിച്ചിരിക്കുക. ഇതിനിടയിൽ നമ്മൾ വീണ്ടും ഇന്ന് പൈസ പോയിട്ടുണ്ടാവും, പക്ഷേ പ്രോസസ്സിങ് നാളെ ആവുള്ളൂ. പക്ഷേ ഇന്ന് അതിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും 2,000 ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതും പിടിക്കും. കാരണം അവരുടെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നം, ചെറിയൊരു എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ആൾ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു നേരിട്ട് പോയിട്ട് കണ്ടിട്ട് പറയുകയാണെങ്കിൽ, ബാങ്കിൽ പോയി സംസാരിക്കുകയാണെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മുമ്പും ചില വീഡിയോസിലൊക്കെ ഈ ഇഷ്യൂ കേട്ടിട്ടുണ്ട്. കാരണം ബാലൻസ് അവർ 3-ാം തീയതി പിടിക്കുന്ന ഡേറ്റ്. അപ്പോൾ അവർ ഈ ആപ്പ് 1-ാം തീയതി തൊട്ട് തന്നെ സ്കാൻ ചെയ്തിട്ട് പറയും പേയ്മെൻറ്റ് 1-ാം തീയതി പിടിക്കും. അന്ന് സ്കാൻ ചെയ്യുമ്പോൾ എമൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അന്ന് ആപ്പ് നോക്കണം, 1-ാം തീയതി എമൗണ്ട് ഉണ്ടാവില്ല, 2-ാം തീയതി വൈകുന്നേരം ഇട്ടുണ്ടാവുക.
2-ാം തീയതി അവർ ആപ്പ് സ്കാൻ ചെയ്യുമ്പോൾ അപ്പോഴും പൈസ ഇല്ല. എന്നിട്ട് നമ്മൾ 3-ാം തീയതി പൈസ ഇടുമ്പോൾ അവർ പറയും നമ്മൾ 3 വട്ടം സ്കാൻ ചെയ്യുമ്പോൾ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ 2 വട്ടത്തിൻ്റെ ഫൈൻ എത്രയാണ്, 400-500 ആ പൈസയും കൂടി പിടിക്കും. അപ്പോൾ നമ്മുടെ ലോൺ അമൗണ്ടിൻ്റെ കൂടെ 1500 കൂടെ ചിലപ്പോൾ ഒരു 1000-1500 രൂപ എക്സ്ട്രാ കൂടുതൽ പിടിക്കും. ബാങ്കിൻ്റെ കുഴപ്പമില്ല, ചെറിയ ചെറിയ എററുകളാണ്. പക്ഷെ അപ്പോൾ കറക്റ്റ് നമ്മുടെ കയ്യിൽ പൈസ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആ കുഴപ്പമില്ല. 2-ാം തീയതി ഇപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് 3-ാം തീയതി ആണെങ്കിൽ തൊട്ട് 9 ദിവസം 2-ാം തീയതി തന്നെ പൈസ ഇടുകയാണെങ്കിൽ കറക്റ്റ് അത് പോവും. നമ്മളിങ്ങനെ ഡിലേ ആക്കുമ്പോഴാണ് ഇച്ചിരി പ്രശ്നങ്ങൾ വരുന്നത്. ബാങ്കിൻ്റെ കുഴപ്പമില്ല. ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം തീയതിയാണ് EMI പിടിക്കേണ്ട ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 31-ാം തീയതി തൊട്ട് ഇവരുടെ കോളും മെസ്സേജും വന്നു തുടങ്ങും. 3-ാം തീയതി EMI ഉണ്ട്, ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തോളൂ. സംഭവം അവരെ കുറ്റം പറയില്ല, അവരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ചെറിയ ഇതുകളുണ്ട്. പിന്നെ ഒരു വട്ടം ഇത് മുടങ്ങിയപ്പോൾ 400 രൂപ അവർ മറ്റേ ഫൈനായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇപ്പോൾ അവരെ കുറ്റം പറയില്ല. മറ്റേ ബൗൺസ് ചാർജ്, ബൗൺസ് ചാർജ് പൈസ ഇല്ലാത്തതുകൊണ്ട് മുടങ്ങിയതിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു ബൗൺസ് ചാർജ്. എന്തായാലും ഇപ്പോൾ അവരെ കുറ്റം പറയല്ല. എന്തായാലും ഇപ്പോൾ ഈ കേസ് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് ഇപ്പം നേരിട്ട് എന്തായാലും ബാങ്കിൽ പോയിട്ട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫെഡറൽ ബാങ്കിൽ പോയിട്ട് ചോദിച്ചു നോക്കാം. ആദ്യം മറ്റേ ഈ നമ്മുടെ SBI ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. പിന്നെ നമ്മുടെ ഫെഡറലിലുള്ള IDFC ബാങ്കിൽ പോയി ചോദിക്കണം. കാരണം അല്ല, പുള്ളിക്കാരൻ കുഴപ്പമില്ല. ഞാൻ അടുത്ത അഡ്വൈസറല്ല, ഏജൻറ്റിനെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു, ആൾ ഡീസൻ്റായിട്ട് സംസാരിച്ചേ. ഇനി എന്തായാലും പോയി നോക്കി നോക്കാം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മറ്റേ നമ്മുടെ അതിൽ മെഷീനുണ്ട്, പാടവയിൽ കൊടുത്തിട്ട് അതെടുത്തിട്ട് നമ്മുടെ IDFCയുടെ ബാങ്കിൽ പോയി ചോദിച്ചു നോക്കാം എന്താണ് അവസ്ഥ. ഗൈസ്, അപ്പോൾ നമ്മുടെ SBI ബാങ്കിൻ്റെ അടുത്തുണ്ട്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് നോക്കാം. മെഷീനിൽ എടുക്കണോ അതോ ഞങ്ങളുടെ അടുത്ത് പോയി നേരിട്ട് പോയി ചേക്കണോ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. മെഷീനിൽ എടുക്കാൻ പറ്റും. മെഷീനിൽ വരെ പാസ്ബുക്ക് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് കിട്ടും. അല്ലെങ്കിൽ ഞാൻ നേരിട്ട് നമുക്ക് പോയി വെച്ചിട്ട് എന്താ വെച്ചാൽ നോക്കിയിട്ട് നോക്കിയോട്ടെ. എങ്ങനെ പരിപാടിയൊന്നും അറിയില്ല. വെരി ഗുഡ്. അപ്പോൾ അതും വർക്ക് ചെയ്യണില്ല. പിന്നെ അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ SBIയിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബുക്കിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പഴയ ബുക്ക് അതിൻ്റെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ അപ്പോൾ പറഞ്ഞു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിൽ ഇട്ടിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ Gmail അക്കൗണ്ട് അതായിട്ട് ലിങ്ക് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതൊരു ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഫോം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് കിട്ടില്ല, റെഡിയാവും. 2 ദിവസം റെഡിയാവും. നമുക്ക് ഇന്ന് തന്നെ വേണം. നമ്മളിപ്പോൾ IDFCയിലൂടെ വന്നിട്ട് ഫെഡറൽ അവിടെ ചോദിച്ചിട്ട് വെച്ചാൽ അങ്ങനെ പരിപാടി വെച്ചാൽ ചോദിച്ചോ. നമ്മുടെ പൂങ്ങുന്ന ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല വീതിയുള്ള റോഡും ടാറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ട്രാഫിക്കൊക്കെ കുറവുണ്ട്. ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പോണ വഴിക്ക് ഞാൻ ജസ്റ്റ് പോയപ്പോൾ കണ്ടൊരു കടയാണ്, നമ്മുടെ ചായ ആൻഡ് ബ്രൂ ബൈ നമ്പീസ് എന്നിട്ട്. കുഴപ്പമില്ല, ചെറിയൊരു കടയാണ്. അത്ര ലൈക്ക് ഒരുപാട് അടിപൊളി കട ഒന്നും പറയില്ല. പക്ഷേ ജസ്റ്റ് അത് ആംബിയൻസും പിന്നെ ഡ്രിങ്ക്സൊക്കെ അടിപൊളി തന്നെയാണ്. ആംബിയൻസ് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും. നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ ഇത് നമ്മുടെ പൂങ്ങുന്നത്ത് പുതിയതായി തുടങ്ങിയ ടൗൺ ഹൗസ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ളത്. പൂങ്ങുന്നതിന് കറക്റ്റ് പൂങ്ങുന്നല്ല, 3
ആ പാട്രാക്കിൽ വഴിയിൽ ജസ്റ്റ് ഒരു കിലോമീറ്റർ പോയാൽ മതി. അതിൻ്റെ ഉള്ളിൽ നല്ല സ്ഥലം തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ കണ്ടപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു സ്ഥലം തന്നെ റിവ്യൂ ആയിട്ട് തന്നെ കേട്ടേക്കണത്. അപ്പോൾ അതൊക്കെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ബൗൺസ് ആയിട്ടുള്ളൂ. മേ ബി അവരുടെ തെറ്റില്ല, അവരുടെ ബാങ്കിൻ്റെ തെറ്റില്ല. അത് ആ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കണതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആവാം. ഇഷ്യൂ അല്ല, ശരി. ഞാൻ 2-ാം തീയതി തന്നെ പൈസ ഇടണേ. 3-ാം തീയതി കാലത്ത് 8:50 സംതിങ് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരിപ്പോൾ പറയണത് പുലർച്ചെ 12 മണി തൊട്ട് പൈസ പിടിക്കും. അപ്പോൾ അവിടുത്തെ മാനേജറോടും പിന്നെ അവിടുത്തെ സ്റ്റാഫിനൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇപ്പോൾ ബൗൺസ് ചാർജ് എന്തായാലും പിടിക്കുമെന്ന് പറഞ്ഞു. എന്താ ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി അവർ ബാങ്ക് ഒന്നുകൂടി ഇവിടെ ലോൺ പിടിക്കും, അതിൻ്റെ കൂടെ ബൗൺസ് ചാർജ് പിടിക്കും. എന്നിട്ട് ഇവർക്ക് ബാങ്കിലേക്ക് ഒരു മെയിൽ ഇങ്ങനെ ബൗൺസ് ചാർജ് നമ്മുടെ മിസ്റ്റേക്ക് കാരണമല്ല പോയെന്ന്, അപ്പോൾ ആ ബൗൺസ് ചാർജ് റിട്ടേൺ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടൊരു മെയിൽ അയക്കുകയാണെങ്കിൽ അതിന് റിപ്ലൈ കിട്ടുകയാണെങ്കിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ബാങ്കിൻ്റെ കുഴപ്പമില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്കല്ല. എന്നാൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, നമ്മളെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം 3-ാം തീയതി നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നു. പക്ഷേ ബാങ്കിൻ്റെ ഒരു ഓട്ടോമാറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് അതിൽ പറ്റിയ ഒരു ഇതായതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും സംസാരിച്ചു, ഇപ്പോൾ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്.